എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പബ്ലിക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. സ്പ്രെഡ്ഷീറ്റുകളിൽ എങ്ങനെയാണ് ഡാറ്റ എൻട്രി നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. സ്പ്രെഡ്ഷീറ്റുകൾ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ഷീറ്റുകൾ, ലിനക്സിൽ ഉപയോഗിക്കുന്ന ഓപ്പൺ ഓഫീസ്, ലിബർ ഓഫീസ് കാൽക്ക്, അതുപോലെ വിൻഡോസിൽ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് എക്സൽ ഒക്കെ അതിൽ ഉൾപ്പെടും. ഒരുപാട് ആളുകൾ എക്സൽ ഷീറ്റുകളിൽ നേരത്തെ തന്നെ ഡാറ്റ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. വായനശാലകളിലെ രജിസ്റ്ററുകളിൽ എങ്ങനെയാണോ എൻട്രി നടത്തുന്നത് അതേപോലെ തന്നെ വരികളും നിരകളുമായിട്ടാണ് എക്സലിലും ഡാറ്റ എൻട്രി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കും പരിചയക്കുറവില്ലാതെ ഡാറ്റ എൻട്രി ആരംഭിക്കാൻ വേണ്ടി എക്സൽ ഉപയോഗിച്ച് സാധിക്കും. മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർക്കും അവരുടെ ഡാറ്റകൾ എക്സൽ ഷീറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇതൊക്കെ കൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ഫോർമാറ്റായി നമുക്ക് എക്സലിനെ കാണാവുന്നതാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ 9ാം ക്ലാസ്സിൻ്റെയൊക്കെ ICT സിലബസിൽ സ്പ്രെഡ്ഷീറ്റുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഡാറ്റ എൻട്രി ചെയ്യാൻ കിട്ടുന്നത് എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ എക്സലിലോ ഗൂഗിൾ ഫോമിലോ ഒക്കെ ഡാറ്റ എൻട്രി തുടങ്ങുന്നതിന് മുൻപേ ഡാറ്റ എൻട്രി ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന സെഷൻ്റെ വീഡിയോയും അനുബന്ധ നോട്ടുകളും നിർബന്ധമായും കാണുകയും വായിക്കുകയും ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ ഡാറ്റ എൻട്രി തുടങ്ങാൻ പാടുള്ളൂ. എക്സൽ ഷീറ്റിൽ ഡാറ്റ എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പബ്ലിക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നും മാതൃക എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് public.kslc.online എന്ന വെബ്സൈറ്റിലേക്ക് പോയി റിസോഴ്സസിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് സാമ്പിൾ എക്സൽ ഫയൽ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത എക്സൽ ഫയൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. ചില കമ്പ്യൂട്ടറുകളിൽ ഈ എക്സൽ ഫയൽ തുറക്കുമ്പോൾ മേലെ എനേബിൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യണം. എനേബിൾ എഡിറ്റിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ ഈ തുറന്നിരിക്കുന്ന എക്സൽ ഫയലിൽ 4 പേജുകളാണുള്ളത്. ആദ്യത്തേത് ഹെൽപ്പാണ്, രണ്ടാമത്തേത് ബുക്സ് ആണ്, മൂന്നാമത്തേത് മെമ്പേഴ്സ് ആണ്, നാലാമത്തേത് ഇൻഫോ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹെൽപ്പ് എന്ന ഷീറ്റിലാണ്. ഈ എക്സൽ ഷീറ്റ് പൂരിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളും ആവശ്യമായ വിവരങ്ങളുമാണ് ഈ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഷീറ്റിലുള്ളത്. കമ്പ്യൂട്ടറിൽ ഡാറ്റ എൻട്രി നടത്തുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഫോണ്ടുകൾ ഉപയോഗിക്കണം എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആവശ്യമായ ഫോണ്ടുകളോ ടൈപ്പിംഗ് ടൂളുകളോ ഇല്ലാത്തവർക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മഞ്ചരി, ചിലങ്ക തുടങ്ങിയ യൂണിക്കോഡ് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വിൻഡോസ് 10 മുമ്പുള്ള പഴയ വേർഷനുകൾ ഉപയോഗിക്കുന്നവർക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ട സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കൊക്കെ ഇവിടെയുണ്ട്. വിൻഡോസ് 10 മുതലുള്ള വേർഷനുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ മലയാളം ടൈപ്പ് ചെയ്യാം. അതെങ്ങനെയെന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സലിൽ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ ഭാഷയുടെ സ്ഥാനത്ത് കൊടുക്കേണ്ട കോഡുകൾ, പുസ്തകങ്ങളുടെ വിവരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മെമ്പർമാരുടെ വിവരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ ഒക്കെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അടുത്തായി നമുക്ക് ബുക്സ് എന്ന ഷീറ്റ് എടുത്ത് ഡാറ്റ എൻട്രി ആരംഭിക്കാം. ഈ ബുക്സ് എന്ന ഷീറ്റ് തുറന്നാൽ ഇവിടെ നീല നിറത്തിലും പച്ച നിറത്തിലും ആയിട്ട് 2 തരം ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. താരതമ്യേന പ്രാധാന്യമുള്ള ഹെഡിങ്ങുകളാണ് നമ്മൾ നീല നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നീല ബാനറിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങുകളിൽ തന്നെ സ്റ്റോക്ക് നമ്പർ, ടൈറ്റിൽ, ഓതർ, കാറ്റഗറി, പ്രൈസ് തുടങ്ങിയ കോളങ്ങൾ നിർബന്ധമായും പൂരിപ്പിക്കണം. പലർക്കുള്ളൊരു സംശയമാണ്, നമ്മൾ മാതൃക എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൽ തന്നെ ഡാറ്റ എൻട്രി ചെയ്യണോ, നമ്മളൊരു എക്സൽ ഫയൽ ഉണ്ടാക്കി അതിൽ ചെയ്താൽ പോരെ എന്നുള്ളത്. അങ്ങനെ ചെയ്താലും മതി. പക്ഷേ നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പുസ്തകങ്ങളുടെ വിവരങ്ങൾ എൻട്രി ചെയ്യുന്നത് ബുക്സ് എന്ന ഷീറ്റിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം. ആ ബുക്സ് എന്നുള്ള പേര് പുസ്തകങ്ങളെന്നോ ഷീറ്റ് 1 എന്നോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് പബ്ലിക്കിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ കോളങ്ങളുടെ പേര് ഇതേ സ്പെല്ലിങ്ങിൽ തന്നെയാണ് ബുക്സ് എന്ന ഷീറ്റിൽ കോളങ്ങളുള്ളതെന്ന് ഉറപ്പുവരുത്തണം. ഈ സ്റ്റോക്ക് നമ്പർ, ഓതർ, ടൈറ്റിൽ എന്നൊക്കെ ഉള്ളതിന് ടൈറ്റിൽ എന്ന് പകരം പുസ്തകത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഓതർ എന്നുള്ളതിന് പകരം രചയിതാവിൻ്റെ പേര് എന്നൊന്നും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പബ്ലിക്കിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സൽ ഫയൽ ഉപയോഗിച്ചിട്ട് ഈ കോളങ്ങളും ഷീറ്റിൻ്റെ ഒക്കെ പേര് നിങ്ങൾ തന്നെ എൻട്രി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക്കിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റും. ഈ മാതൃക എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോളങ്ങളുടെ പേരുകളിലും ഷീറ്റുകളുടെ പേരുകളിലും നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്താതെ ഡാറ്റ എൻട്രി ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടാണ് മാതൃക എക്സൽ ഷീറ്റിൽ തന്നെ ഡാറ്റ എൻട്രി ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. തെറ്റുകൾ വരുന്നത് കുറയും. ഇനി നമുക്ക് ഈ കോളങ്ങൾ പൂരിപ്പിച്ചുകൊണ്ട് ഡാറ്റ എൻട്രി ചെയ്യുന്നത് പരിശീലിച്ച് നോക്കാം.
ആദ്യ പരിശീലനത്തിനായി ഒരു 5 പുസ്തകങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഈ പുസ്തകങ്ങളുടെ വിവരങ്ങളുടെ എൻട്രി നടത്തി ഡാറ്റ എൻട്രിക്ക് വേണ്ടി വായനശാല തയ്യാറാക്കിയ സബ് കമ്മിറ്റിയെ കാണിച്ച് അത് ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മറ്റ് ഡാറ്റകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ ഡാറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അത് മുഴുവൻ മാറ്റുന്നതിനേക്കാളും നല്ലത് ആദ്യം ഒരു 5 എണ്ണം ഡാറ്റ എൻട്രി ചെയ്ത്, ഇംഗ്ലീഷ് പുസ്തകങ്ങളും മലയാളം പുസ്തകങ്ങളും ഒക്കെ ഉള്ള ഒരു 5 എണ്ണം ഡാറ്റ എൻട്രി ചെയ്ത് ഇങ്ങനെ തന്നെ മതി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കി ഡാറ്റ എൻട്രി വഴി മുന്നോട്ട് പോകുന്നതായിരിക്കും. നമുക്ക് ഈ ബുക്സ് എന്ന ഷീറ്റിൽ ഡാറ്റ എൻട്രി ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളിതിൽ കാണുന്ന ആദ്യത്തെ കോളം സ്റ്റോക്ക് നമ്പറാണ്. ഇതിനെ ആക്സഷൻ നമ്പർ എന്നും പറയാറുണ്ട്. വായനശാലയിലേക്ക് പുസ്തകങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മളത് രജിസ്റ്ററിൽ എഴുതുമല്ലോ, അപ്പോഴാണ് നമ്മൾ സ്റ്റോക്ക് നമ്പർ നൽകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, യുണീക്ക് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 1 2 3 4 എന്ന സ്റ്റോക്ക് നമ്പറിൽ ഒറ്റ പുസ്തകം ഉണ്ടാവാൻ പാടുള്ളൂ. 1 2 3 4 എന്ന സ്റ്റോക്ക് നമ്പറിൽ 2 പുസ്തകങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അതിൽ അക്ഷരങ്ങളൊന്നും പാടില്ല, അക്കങ്ങൾ മാത്രമേ പാടുള്ളൂ. എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൻ്റെ സ്റ്റോക്ക് നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. അടുത്തത് കോൾ നമ്പറാണ്. കാറ്റലോഗ് നമ്പർ, കാറ്റലോഗിംഗ് കോഡ്, ക്ലാസിഫിക്കേഷൻ നമ്പർ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. പുസ്തകങ്ങൾ ഷെൽഫുകളിൽ അടുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. വിഭാഗം അനുസരിച്ചുള്ള ഒരു ക്രമ നമ്പർ എന്ന് മാത്രം കരുതിയാൽ മതി. പല ലൈബ്രറികളും പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്പർ ഉപയോഗിക്കാറുണ്ട്. ലൈബ്രറി കൗൺസിൽ പണ്ട് നിർദ്ദേശിച്ചിരുന്ന DDC കോഡ് ഉപയോഗിക്കുന്നവരുണ്ട്. ഓരോ കാറ്റഗറിക്കും ഒരു കോഡ് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു നമ്പറും ക്രമ നമ്പറും ചേർത്ത് കൊടുക്കുന്ന ട്രഡീഷണലി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നോവൽ എന്ന വിഭാഗത്തിന് N എന്ന കോഡ് കൊടുത്തിട്ട് നോവൽ എത്രാമത്തെ പുസ്തകമാണോ അതും കൊടുത്തിട്ട് ആ ഷെൽഫിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കും. ചില കാറ്റലോഗ് നമ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് പുസ്തകങ്ങൾ, ഒരു കാറ്റഗറിയിലുള്ള പുസ്തകങ്ങളെ ഒരേ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ അടുത്തിട്ട് വരുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ സിസ്റ്റങ്ങളാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഒരു വായിക്കാൻ വരുന്ന ഒരാൾക്ക്, പുസ്തകം തിരഞ്ഞു വരുന്ന ഒരാൾക്ക് ഒരു എഴുത്തുകാരൻ്റെ പുസ്തകങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെ കാണാൻ കഴിയുന്നതാണ് വായന പ്രോത്സാഹിപ്പിക്കാൻ നല്ലത്. പക്ഷേ ലൈബ്രറിയൻ്റെ എളുപ്പത്തിനും ആവശ്യത്തിനും അനുസരിച്ച് ഏത് നമ്പറിംഗ് സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ടൈറ്റിൽ എന്ന കോളമാണ്, അതായത് പുസ്തകങ്ങളുടെ പേര്. ഇവിടെ ഞാൻ പാവങ്ങൾ എന്ന പേര് ടൈപ്പ് ചെയ്യുന്നു. അടുത്ത കോളം ഓതറാണ്, അതായത് ഗ്രന്ഥകർത്താവിൻ്റെ പേര്. ഇവിടെ നമ്മൾ പാവങ്ങൾ എന്ന പുസ്തകം എഴുതിയ ആളുടെ പേര് വിക്ടർ ഹ്യൂഗോ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഡാറ്റ എൻട്രി ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുസ്തകങ്ങളുടെ പേരും ഓതറുടെ പേരും ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ മലയാളത്തിലുള്ള പുസ്തകങ്ങൾ മലയാളം അക്ഷരങ്ങളിൽ തന്നെ ടൈപ്പ് ചെയ്യണം. മറ്റ് ഭാഷകളിലുള്ള, മലയാളം അല്ലാത്ത മറ്റ് ഭാഷകളിലുള്ള പുസ്തകങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പം മധുശാല എന്ന് പറഞ്ഞ ഹിന്ദി ഭാഷയിലുള്ള പുസ്തകം നമുക്ക് MADHUSALA എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും മതി. മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണം എന്ന് നമ്മൾ പറയാൻ കാരണം, കൂടുതൽ ആൾക്കാരും കേരളത്തിൽ ഈ ലൈബ്രറികളിൽ ഏകീകൃത കാറ്റലോഗ് ഉപയോഗിച്ച് നമ്മളുടെ പുസ്തകങ്ങളുടെ വിവരങ്ങളും എഴുത്തുകാരുടെ വിവരങ്ങളും തിരയുന്ന ആൾക്കാർ മുഴുവൻ മലയാളം പുസ്തകങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് മലയാളം അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും. നമ്മളെല്ലാവരും മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവരാണല്ലോ. പക്ഷെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പം കാസർഗോഡിൻ്റെ വടക്കേ അറ്റത്തൊക്കെ കന്നഡ ഭാഷ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ കൂടുതൽ പുസ്തകങ്ങളും കന്നഡയിൽ തന്നെ ആയിരിക്കും. അവർക്ക് കന്നഡ ഭാഷയിലുള്ള പുസ്തകങ്ങൾ കന്നഡയിൽ തന്നെ, കന്നഡ അക്ഷരങ്ങളിൽ തന്നെ യൂണിക്കോഡ് ഫോണ്ട് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. അവർ മലയാളം പുസ്തകങ്ങൾ ടൈപ്പ് ചെയ്യുക മംഗ്ലീഷിലായിരിക്കും. ഇപ്പോൾ പാവങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം അവർ ടൈപ്പ് ചെയ്യുക PAAVANGAL എന്നായിരിക്കും. അപ്പോൾ നമ്മളുടെ പ്രധാന ഭാഷ ഏതാണോ, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ വാട്സപ്പിലും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണോ, നമ്മൾ എഴുതുന്നത് ഏത് ഭാഷയിലാണോ, ആ ഭാഷയിലുള്ള പുസ്തകങ്ങൾ നമ്മൾക്ക് അതേ അക്ഷരങ്ങളിൽ തന്നെ എഴുതാം. അതല്ലാത്ത സെക്കൻഡറി ആയിട്ടുള്ള ഭാഷകളൊക്കെ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതാം. ഈ ഡാറ്റ എൻട്രി ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഉദ്ദേശം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു കന്നഡ സംസാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു കന്നഡയിലുള്ള ഒരു പുസ്തകം സ്വാഭാവികമായിട്ടും എനിക്ക് എളുപ്പം കന്നഡ ഭാഷയിൽ തന്നെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതായിരിക്കും. മലയാളത്തിലുള്ള ഒരു പുസ്തകം ഞാനൊരു മലയാളിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പാവങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം പാവങ്ങൾ എന്ന് മലയാളത്തിൽ തന്നെ എഴുതി കണ്ടുപിടിക്കുന്നതായിരിക്കും എനിക്ക് എളുപ്പം. അതുകൊണ്ട് നമ്മളുടെ പ്രൈമറി ഭാഷ ഏതാണോ ആ ഭാഷയിലുള്ള പുസ്തകങ്ങൾ നമുക്ക് ആ ഭാഷയുടെ അക്ഷരങ്ങളിൽ തന്നെ എഴുതാം. എന്താണേലും ടൈപ്പ് ചെയ്യുമ്പം യൂണിക്കോഡ് ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നതെന്നുള്ള ഉറപ്പ് വരുത്തുക. അടുത്ത കോളം കാറ്റഗറി അഥവാ പുസ്തക വിഭാഗങ്ങളാണ്. നമ്മളുടെ വായനശാലകളിൽ നോവൽ, കഥ, കവിത തുടങ്ങിയ ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടാവാറുണ്ട്. വിഭാഗത്തിൻ്റെ പേര്, അതിൻ്റെ ഇംഗ്ലീഷ് പേര് ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പം നോവൽ, കഥയാണെങ്കിൽ സ്റ്റോറീസ്, കവിതയാണെങ്കിൽ പോയംസ്, അങ്ങനെ ഇംഗ്ലീഷ് പേരുകൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാനാണ് നല്ലത്.
ഒരേ വിഭാഗം 2 രീതികൾ ടൈപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ചെയ്താൽ അതൊരു മറ്റൊരു വിഭാഗമായിട്ടാണ് കമ്പ്യൂട്ടർ അതിനെ കണക്കാക്കുക. ഉദാഹരണത്തിന് മലയാളം നോവൽസ് എന്നൊരു വിഭാഗം ഉണ്ടെങ്കിൽ വീണ്ടും ML നോവൽസ് എന്ന രീതിയിൽ മറ്റൊരു വിഭാഗം കൊടുക്കരുത്. ഇപ്പം എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിന് വിഭാഗം നോവലാണ്. ഞാനിവിടെ നോവൽ എന്ന് ടൈപ്പ് ചെയ്യാം. അടുത്ത കോളം വിലയാണ്. അടുത്ത കോളം ഭാഷയാണ്. പുസ്തകം ഏത് ഭാഷയിലാണോ അച്ചടിച്ചിരിക്കുന്നത് അതിൻ്റെ കോഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇതിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞ പേജിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഭാഷയുടെ കോഡുകളുണ്ട്. മലയാളത്തിന് 1, ഇംഗ്ലീഷിന് 2 എന്ന് പറഞ്ഞ കോഡുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ISO സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് കോഡുകളുണ്ട് 2 അക്ഷരങ്ങളിൽ. അപ്പോൾ മലയാളത്തിന് ML എന്നാണ് കോഡ് കൊടുക്കുന്നത്. അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഷീറ്റിലുള്ള 1 എന്ന് പറഞ്ഞ കോഡ് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇതേപോലെ മറ്റു കോളങ്ങളും ഞാനിവിടെ പൂരിപ്പിക്കുകയാണ്. ഷെൽഫ് നമ്പർ, എഡിഷൻ, അങ്ങനെ കോളങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓരോന്നായിട്ട് ഞാൻ പൂരിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഷെൽഫ് നമ്പറൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പുസ്തകം ഏത് ഷെൽഫിലാണ് ഉള്ളത് എന്നുള്ള ലൈബ്രറിയിൽ ഒരാൾ വന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ തിരിച്ചു വെക്കാനും കുറച്ചുകൂടി എളുപ്പമായി മാറും. ഇതുപോലെ ബാർകോഡ്, അതുപോലെ ബുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞ കോളങ്ങളൊക്കെ ഇവിടെ കാണാം. ബുക്ക് ടൈപ്പ് എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ തരമാണ്. ഏത് തരത്തിൽപ്പെട്ട പുസ്തകമാണെന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. റെഫറൻസ് പുസ്തകമാണോ, അതോ നോർമൽ പുസ്തകമാണോ, CD ആണോ, മാഗസിൻ ആണോ എന്നുള്ളതൊക്കെയാണ്. ഇതിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് കാറ്റഗറി ആയിട്ട് റെഫറൻസ് ഒന്ന് കൊടുക്കും. നമ്മൾ അങ്ങനെ ചെയ്യരുത്. പുസ്തകത്തിൻ്റെ കാറ്റഗറി അത് ഏത് വിഭാഗത്തിലുള്ള പുസ്തകമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊരു പുസ്തകം റെഫറൻസ് പുസ്തകമാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ബുക്ക് ടൈപ്പ് എന്നുള്ളതിൽ കൊടുക്കുക. എന്നിട്ട് കാറ്റഗറി അത് ഏത് കാറ്റഗറിയുള്ള പുസ്തകമാണെന്നുള്ളത് കൊടുക്കുക. അപ്പം ഹിസ്റ്ററി എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ഒരു പുസ്തകം റെഫറൻസ് പുസ്തകം ഉണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറിയിൽ ഹിസ്റ്ററി എന്ന് കൊടുക്കുക. ടൈപ്പിൽ നമ്മളിവിടെ റെഫറൻസ് എന്നും കൊടുക്കുക. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു നോർമൽ പുസ്തകമായിട്ടാണ് നമ്മൾ സാധാരണ ഈ സോഫ്റ്റ്വെയർ കണക്കാക്കുക. ഇതേപോലെ തന്നെ നമുക്കിവിടെ സോഴ്സ് എന്ന കോളം കാണാം. എവിടെ നിന്നാണ് പുസ്തകം കിട്ടിയത് എന്നാണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ പർച്ചേസ് ഡേറ്റ് കാണാം, ഏത് തീയതിയിലാണ് നമ്മൾ പുസ്തകം വാങ്ങിയത് എന്നുള്ളതാണ്. വൗച്ചർ നമ്പർ എന്നുള്ള കോളത്തിൽ പുസ്തകം വാങ്ങുമ്പോൾ നമ്മൾ വൗച്ചർ ബില്ലിന് വേണ്ടി കൊടുത്ത വൗച്ചറിൻ്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ പുസ്തകത്തിൽ മറ്റ് എക്സ്ട്രാ സബ്ജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം കാറ്റഗറിക്ക് പുറമേ ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ഒരു പുസ്തകം സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സ്ട്രാ സബ്ജക്റ്റ് എന്നുള്ളവർക്ക് വേണമെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ എന്ന് കൊടുക്കാം. സെക്കൻഡ് വേൾഡ് വാറിൽ തന്നെ ജർമ്മനിയിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ് ആ പുസ്തകങ്ങൾ സെക്കൻഡ് വേൾഡ് വാർ, ജർമ്മനി എന്ന് കൊടുക്കാം. ഒന്നിൽ കൂടുതൽ വിവരങ്ങൾ കോമയായിട്ട് നമുക്ക് ഈ എക്സ്ട്രാ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ കൊടുക്കാവുന്നതാണ്. അതുമാത്രമല്ല പുസ്തകത്തിനെ കുറിച്ച് മറ്റെന്തെങ്കിലും കുറിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ റിമാർക്സ് എന്ന് പറഞ്ഞ കോളുണ്ട്, അതിൽ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പുസ്തകങ്ങളെ കുറിച്ചുള്ള ഏകദേശം വിവരങ്ങളൊക്കെ നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഈ മാതൃക എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ എല്ലാ വിവരങ്ങളും എല്ലാ ലൈബ്രറികളുടെ കയ്യിലും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ വിവരങ്ങളും നമ്മൾ ഫില്ല് ചെയ്യണമെന്നില്ല. നിർബന്ധമായി പൂരിപ്പിക്കേണ്ട വിവരങ്ങൾ മാത്രം ചെയ്താൽ മതി. അത് ചെയ്താൽ നമുക്ക് ഡാറ്റ എൻട്രി ആയിട്ട് മുന്നോട്ട് പോകാം. മറ്റു വിവരങ്ങൾ നമുക്ക് പിന്നീട് ഈ പബ്ലിക് സോഫ്റ്റ്വെയറിലേക്ക് ഓരോ പുസ്തകത്തിൻ്റെയും വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും മാറ്റാവുന്നതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഷെൽഫൊക്കെ ലൈബ്രറികളിൽ ഒന്നോ രണ്ടോ കൊല്ലം കൂടുമ്പം ഒരു ഷെൽഫിലുള്ള പുസ്തകങ്ങൾ വേറെ ഷെൽഫിലേക്കൊക്കെ മാറും. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഭാവിയിൽ വരുമ്പോൾ നമുക്ക് അതൊക്കെ മാറ്റാനുള്ള സൗകര്യം പബ്ലിക്കിലുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ഒരു പുസ്തകത്തിനെ കുറിച്ച് ചേർക്കണമെങ്കിലൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം. നിർബന്ധമായി ചേർക്കേണ്ട വിവരങ്ങൾ എന്തായാലും ചേർക്കുക. അതായത് സ്റ്റോക്ക് നമ്പർ, പുസ്തകത്തിൻ്റെ ടൈറ്റിൽ, ഓതർ, കാറ്റഗറി, പ്രൈസ്, ഇത്രയും വിവരങ്ങൾ നിർബന്ധമായി ചേർക്കുക. ബാക്കിയുള്ളത് നമുക്ക് പിന്നീടും ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ഡാറ്റ എൻട്രി ചെയ്ത എക്സൽ ഷീറ്റുകളാണ് നമ്മൾ പബ്ലിക്കിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. മറ്റ് സോഫ്റ്റ്വെയറുകളിൽ ഡാറ്റ എൻട്രി നടത്തിയവർ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ മാതൃക എക്സൽ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഫോർമാറ്റിലേക്ക് സോഫ്റ്റ്വെയറിലുള്ള ഡാറ്റ മാറ്റിത്തരും. അത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ മുൻപ് വേർഡിലോ മറ്റ് എക്സൽ ഷീറ്റുകളിലോ ഒക്കെ ഡാറ്റ എൻട്രി ചെയ്തവർ അവരുടെ ഡാറ്റകൾ ഈ പബ്ലിക്കിൽ നിന്നും മാതൃക എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് കോപ്പി ചെയ്യും. അപ്പം എന്താണെങ്കിലും നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ പുസ്തകത്തിൻ്റെ പേരും ഓതർ പേരും കാറ്റഗറിയും സ്റ്റോക്ക് നമ്പറൊക്കെ ചേർത്തിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒരു കോളത്തിൽ. ആ കോളത്തിൽ നിന്നിപ്പം ടൈറ്റിൽ എന്ന് പറഞ്ഞ കോളാണെന്നുണ്ടെങ്കിൽ ടൈറ്റിലുള്ള ആ കോളം അങ്ങനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. മാതൃക എക്സൽ ഷീറ്റിലേക്ക് അത് ടൈറ്റിൽ എന്ന് പറഞ്ഞ കോളത്തിലേക്ക് നമുക്കത് കോപ്പി ചെയ്യാം. അങ്ങനെ നമുക്ക് വീണ്ടും ഡാറ്റ എൻട്രി നടത്താതെ തന്നെ മാതൃക എക്സൽ ഷീറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് ഡാറ്റ കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ മുൻപേ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സലെന്നോ വേർഡെന്നോ ഡാറ്റ മാതൃക എക്സൽ ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സൽ ഫയലുകളിൽ നേരത്തെ ഡാറ്റകൾ തയ്യാറാക്കി വെച്ച ആളുകളൊക്കെ ഡാറ്റ എൻട്രി നടത്തിയിരിക്കുന്നത് MLTT ഫോണ്ടുകൾ ഉപയോഗിച്ചിട്ടാണോ എന്നുള്ളത് പരിശോധിക്കണം.
MLTT ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് യൂണിക്കോഡ് ഫോർമാറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് പബ്ലിക്കിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വളരെ വിശദമായി നമ്മൾ ഡാറ്റ എൻട്രി ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന സെക്ഷനിൽ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സംശയമുള്ളവർ ആ വീഡിയോ നിർബന്ധമായിട്ടും കാണണം. ഇനി MLTT ഫോണ്ടുകളിൽ ആണ് ടൈപ്പ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമുക്ക് ഓട്ടോമാറ്റിക്കായി ഈ ഡാറ്റകൾ യൂണിക്കോഡ് ഫോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വീണ്ടും ഡാറ്റ എൻട്രി ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് യൂണിക്കോഡ് ഫോണ്ടിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗ്ഗം ആണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പണ്ട് ടൈപ്പ് ചെയ്ത MLTT ഫോണ്ട് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത ഒരു എക്സൽ ഫയൽ ഉണ്ട്. കഥകളുടെ ഡാറ്റയാണ് ഇതിലുള്ളത്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോക്ക് നമ്പറിൻ്റെ കോളം കാണാം, ടൈറ്റിലിൻ്റെ കോളം കാണാം, അതുപോലെ തന്നെ എഴുത്തുകാരൻ്റെ പേരുള്ള കോളം കാണാം. ഈ അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് MLTT ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ്. ആ ഫോണ്ടുള്ള കമ്പ്യൂട്ടറിൽ മാത്രമേ ഇത് നമുക്ക് മലയാളത്തിൽ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഫോണ്ട് MLTT രേവതി ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ചിഹ്നങ്ങളായിട്ട് കാണുന്നത്. നമ്മൾ യൂണിക്കോഡ് ഫോണ്ടുകളല്ലാത്ത ആസ്കി ഫോണ്ടുകൾ ഉപയോഗിച്ച് MLTT ഫോണ്ടുകൾ ഉപയോഗിച്ച് ഡാറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ ആ ഫോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അത് മലയാള അക്ഷരങ്ങളായിരിക്കും, പക്ഷേ കമ്പ്യൂട്ടറിൽ അത് സേവ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ചിഹ്നങ്ങളായിട്ടാണ്. നമുക്ക് ആദ്യം നമ്മളുടെ സ്റ്റോക്ക് നമ്പർ കോളത്തിൽ അക്കങ്ങളുണ്ടല്ലോ, ഈ സ്റ്റോക്ക് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 പുസ്തകങ്ങളുടെ സ്റ്റോക്ക് നമ്പർ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ മാതൃക എക്സൽ ഷീറ്റിൻ്റെ സ്റ്റോക്ക് നമ്പർ എന്ന കോളത്തിലേക്ക് കോപ്പി ചെയ്യാൻ പോവുകയാണ്. ഈ 10 പുസ്തകങ്ങളുടെ പേര് നമ്മൾ കോപ്പി ചെയ്തു. അടുത്തത് ഈ പുസ്തകത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടുള്ള കോളമാണ്. നമ്മൾ ഇതിലുള്ള 10 പുസ്തകങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഗൂഗിൾ ക്രോം തുറന്ന് LSG കേരള യൂണിക്കോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ MLTT രേവതി യൂണിക്കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാണാം. ആദ്യം തന്നെ അതാണ് കാണുന്നത്. നമ്മളവിടെ MLTT രേവതിയിൽ എൻട്രി ചെയ്യാനുള്ള ഒരു കോളം കാണാം. അതുപോലെ തന്നെ കൺവേർട്ട് ബട്ടൺ കാണാം. യൂണിക്കോഡ് എന്ന് പറഞ്ഞൊരു കോളവും കാണാം. നമ്മൾ MLTT രേവതിയിൽ നമ്മൾ കോപ്പി ചെയ്ത പുസ്തക വിവരങ്ങൾ കൊടുക്കുന്നു, കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ മലയാളം അക്ഷരങ്ങളിൽ ഈ യൂണിക്കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഇതാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്തിരുന്നത്, അതിങ്ങനെയാണ് കാണുന്നത്. നമ്മളിത് മാതൃക എക്സൽ ഷീറ്റിൻ്റെ ടൈറ്റിൽ എന്ന കോളത്തിലേക്ക് കോപ്പി ചെയ്യുകയാണ്. അപ്പം ഈ 10 പുസ്തകങ്ങളുടെ പേരും നമ്മൾ യൂണിക്കോഡിലേക്ക് മാറ്റിയിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ പേര് കോപ്പി ചെയ്യാൻ പറ്റി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഓതേഴ്സിൻ്റെ 10 ഓതേഴ്സിൻ്റെ പേരും നമ്മൾ കോപ്പി ചെയ്യാണ്. അതും നമ്മൾ ഈ നേരത്തെ MLTT രേവതിയുടെ കോളത്തിൽ ആ ഡീറ്റെയിൽസ് പേസ്റ്റ് ചെയ്യുന്നു, കൺവേർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എഴുത്തുകാരുടെ പേരുകൾ യൂണിക്കോഡിലേക്ക് മാറ്റി ഇവിടെ കാണുന്നു. അതും നമ്മൾ ഇതേപോലെ മാതൃക എക്സൽ ഷീറ്റിൻ്റെ ഓതർ എന്ന കോളത്തിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 10 പുസ്തകങ്ങളുടെ വിവരങ്ങൾ, എഴുത്തുകാരുടെ പേരും ബുക്കിൻ്റെ പേരും സ്റ്റോക്ക് നമ്പർ നമുക്കിവിടെ കിട്ടി. ഇത് കഥയാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റോറി എന്ന് കാറ്റഗറി കൊടുക്കുന്നു. അത് എല്ലാം കഥ ആയതുകൊണ്ട് തന്നെ നമ്മളത് മറ്റ് ഓരോന്നും ടൈപ്പ് ചെയ്യേണ്ടതില്ല, ജസ്റ്റ് കോപ്പി ചെയ്തിട്ടാൽ മതി. ഇങ്ങനെ മുഴുവനായും ഡാറ്റ എൻട്രി വീണ്ടും ചെയ്യാതെ തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിക്കോഡിലേക്ക് നമ്മളുടെ MLTT രേവതിയിലോ ആസ്കി ഫോണ്ടുകളിൽ ടൈപ്പ് ചെയ്ത വിവരങ്ങൾ ഇതേപോലെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫോണ്ടുകളുടെ അനുസരിച്ച്, ഇപ്പോൾ MLTT രേവതി ആയതുകൊണ്ട് നമുക്ക് ക്ലിയർലി കൺവേർട്ട് ചെയ്യാൻ പറ്റി. ചില സമയത്ത് MLTT രേവതി അല്ല കാർത്തികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോണ്ടുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടണമെന്നില്ല. ചില അക്ഷരങ്ങളൊക്കെ തെറ്റ് വന്നിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രൂഫ് റീഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. എന്തായാലും മുഴുവനായും ഡാറ്റ എൻട്രി നടത്താതെ ഒരു 90% അക്യുറസിയോട് കൂടി തന്നെ നിങ്ങൾക്ക് MLTT ഫോണ്ടുകളിൽ എൻ്റർ ചെയ്ത ഡാറ്റയെ യൂണിക്കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സലിൽ എങ്ങനെയാണ് പുസ്തക വിവരങ്ങൾ എൻ്റർ ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു. MLTT രേവതിയിൽ എൻ്റർ ചെയ്ത പുസ്തകങ്ങൾ, പണ്ട് ഡാറ്റ എൻട്രി ചെയ്ത പുസ്തകങ്ങൾ എങ്ങനെയാണ് യൂണിക്കോഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡാറ്റ എൻട്രി രീതിയാണ് എക്സൽ ഫയലുകൾ ഉപയോഗിച്ചുള്ള ഡാറ്റ എൻട്രി. നമ്മളൊരു രജിസ്റ്ററിൽ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ എക്സൽ ഫയൽ ഉപയോഗിക്കാനും പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഡാറ്റ എൻട്രി ചെയ്യാൻ കിട്ടാനും എളുപ്പം എക്സൽ ഫയൽ ഉപയോഗിച്ച് ഡാറ്റ എൻട്രി ചെയ്യുന്നതായിരിക്കും.
നമുക്ക് സ്കൂൾ കുട്ടികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ DTP ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിച്ചോ ഒക്കെ ഈ എക്സൽ ഷീറ്റുകൾ ഉപയോഗിച്ച് ഡാറ്റ എൻട്രി ചെയ്യാം. മുൻപ് മറ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിരുന്നവർക്കും മുൻപ് ഡാറ്റ എൻട്രി ചെയ്തവർക്കും ഒക്കെ ആ ഡാറ്റ വീണ്ടും എൻട്രി ചെയ്യാതെ ഈ എക്സൽ ഫയലിൻ്റെ ഫോർമാറ്റിലേക്ക് തന്നെ കോപ്പി ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മാതൃക എക്സൽ ഫയൽ ഉപയോഗിക്കുമ്പോൾ തെറ്റുകൾ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഷീറ്റിൻ്റെ പേരും കോളങ്ങളുടെ പേരും ഒക്കെ അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് നമ്മൾ എഡിറ്റ് ചെയ്യാതിരുന്നാൽ മതി. എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഈ വിവരങ്ങൾ കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.